നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം നമ്മുടെ കണ്ണൂർ എന്ന് പറയുന്ന സ്ഥലത്ത് 8 മാസം പ്രായമുള്ളൊരു കുഞ്ഞിന് പ്രിസ്ക്രൈബ് ചെയ്ത മരുന്ന് മാറി നൽകിയതിന്റെ ഫലമായിട്ട് ആ കുഞ്ഞിന്റെ കരൾ മാറ്റി വെക്കുന്ന തരത്തിലേക്കുള്ള ഒരു ഗുരുതരാവസ്ഥയിലേക്ക് ആ കുഞ്ഞ് എത്തി നിൽക്കുകയാണ്. അതൊരു മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വന്ന ഒരു അനാസ്ഥയാണോ അതോ ഡോക്ടറിന്റെ സൈഡിൽ നിന്ന് വന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വന്നതാണ്. അത് മനസ്സിലാക്കിയ ആ കുടുംബം അല്ലെങ്കിൽ ആ കുഞ്ഞിന് ആ മരുന്ന് കൊടുത്തതിന് ശേഷം കുഞ്ഞ് ഗുരുതരാവസ്ഥയിലായതിനു ശേഷം ഖദീജ എന്ന് പറയുന്ന ഒരു മെഡിക്കൽ സ്റ്റോറാണ് കണ്ണൂരുള്ള. ഞാൻ ഈ സൈഡിൽ അതിന്റെ ലൊക്കേഷൻ കാണിച്ചു തരാം. അപ്പോൾ ആ ഒരു മെഡിക്കൽ സ്റ്റോറിൽ ഇവർ ചെന്ന് പറയുകയും ഇവർ ആ സമയത്ത് പറയുന്നത് നിങ്ങൾ എന്നാൽ കൊണ്ട് കേസ് കൊടുക്കുക എന്നാണ്. അതായത് മെഡിക്കൽ സ്റ്റോറുകാർക്ക് എന്ത് തന്തയില്ലായ്മയും കാണിക്കാമെന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കേരളത്തിലെ അവസ്ഥ നിന്ന് മാറിയിട്ടുണ്ട്. ഞാനൊരു മെഡിക്കൽ റെപ്പായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഒരു സ്ഥാനത്ത് വർക്ക് ചെയ്യുകയാണ്. ഇതിന് മുൻപ് വർക്ക് ചെയ്ത ഒരു കമ്പനിയിൽ നിന്ന് അല്ലെങ്കിൽ ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് സ്കിന്നിന്റെ ഒരു മെഡിക്കൽ റെപ്പായിട്ടാണ്. അപ്പം നേരത്തെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ഒരു കോമ്പറ്റീഷനാണ്. എല്ലാ മെഡിക്കൽ സ്റ്റോറുകളിലും ഒരു കോമ്പറ്റീഷനാണ് നടക്കുന്നത്. അത് ഇന്ന കമ്പനിയുടെ മെഡിസിൻസ് എടുത്ത് വെച്ച് വിൽക്കണം. ആ വിൽക്കുന്ന മെഡിസിൻസിന് ഇവർക്ക് ഇത്ര ഗിഫ്റ്റ് കിട്ടും അല്ലെങ്കിൽ ഇത്ര ഡിസ്കൗണ്ട്